ഹായ് ഗായ്സ്, വെൽക്കം ടു നെയ്തേ നമസി വ്ളോഗ്സ്. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കമൻറ്റും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയതിന് ശേഷം ഹരിമാമൻ്റെ വീട്ടിലേക്കൊക്കെ പോയി അവിടുത്തെ എല്ലാവരെയൊക്കെ കണ്ടു കേട്ടോ. ഇപ്പോൾ നമ്മളുണ്ടായിരുന്നത് അവിടെ ആഴിമല ടെമ്പിളിൻ്റെ കവാടത്തിൻ്റെ മുന്നിലായിരുന്നു കേട്ടോ. കുറച്ചും കൂടിയാണ് ഇനി ഉള്ളൂ. ഇതാ മുന്നിൽ കാണുന്നതാണ് കേട്ടോ ആഴിമല ശിവക്ഷേത്രം എന്ന് പറയുന്നത്. ഗൈസ്, ദൂരേന്ന് തന്നെ കാണുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. എന്താ പറയുക, വലിയൊരു ശിവഭഗവാന്റെ ശില്പമാണ്. കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു വലിയൊരു കപ്പൽ കണ്ടു കേട്ടോ. ഈ കണ്ടെയ്നേഴ്സൊക്കെ കൊണ്ടുവന്ന MSC കപ്പലിലാണ് കേട്ടോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും വലിയ കപ്പൽ ഞാൻ കാണുന്നത്. തന്നെ ശരിക്കും വണ്ടടിച്ച് പോയി ഗൈസ്. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ഫോണിൽ കാണുമ്പോൾ ചെറുതാണെങ്കിലും നേരിട്ട് കാണുമ്പോൾ എന്ത് വലുതാണെന്നറിയോ. അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ബോട്ട് പോകുന്നുണ്ട്. അപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വലിപ്പം ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്രയും വലിപ്പമുള്ള ഒരു കപ്പലാണ് കേട്ടോ ഇത്. നല്ല വലിപ്പമുണ്ട്. ഇവിടെ നിന്ന് ആൾക്കാരൊക്കെ അങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ സൈഡിലായിട്ട് പണിയൊക്കെ നടക്കുകയാണ്. പക്ഷെ ഫ്രണ്ടിൽ നിന്ന് കാണാൻ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ശിവഭഗവാന്റെ ശില്പം കാണാൻ. അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ അവിടുത്തെ ആ ഒരു വെള്ളം കാണാൻ നല്ല നീല കളറും ഒരു പച്ചപ്പും ഒക്കെ കൂടി നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പം നമ്മളിതാ ഗൈസ് അതിൻ്റെ അകത്തേക്ക് കയറി കേട്ടോ. ആ ഒരു ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറി. ഇപ്പം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലായിരുന്നു കേട്ടോ. പിന്നെ നല്ല വ്യൂ ആണ് കേട്ടോ അവിടെ നിന്ന്. മാത്രമല്ല, വിഴിഞ്ഞം പോർട്ട് ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. നമ്മൾ മുമ്പ് കണ്ട കപ്പൽ വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് വന്നതായിരുന്നു കേട്ടോ. തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഇത് എപ്പോഴും മിസ്സാവാറുണ്ട് കേട്ടോ ഈ ഒരു ക്ഷേത്രം. നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാറില്ല ഗൈസ്. ഞാൻ അങ്ങനെ അവിടെ നിന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്തു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ശില്പത്തിന് എന്ത് പെർഫെക്ഷനാണല്ലേ. ഒരു തെറ്റും കൂടാണ്ടാണ് ചെയ്തേക്കണം. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഓരോ എഡ്ജും ഷാർപ്പൊക്കെ ആക്കി നല്ല ഭംഗിയിലാണ് കേട്ടോ ആ ഒരു ശില്പം. അപ്പോഴേക്കും അവിടുത്തെ ദീപാരാധനയൊക്കെ കഴിഞ്ഞ് സൂര്യനൊക്കെ ഏകദേശമൊക്കെ അസ്തമിക്കാറൊക്കെ ആയിട്ടോ. ഇരുട്ടൊക്കെ ആയി തുടങ്ങി. ഇതാണ് കേട്ടോ ആ ഒരു അമ്പലം എന്ന് പറയുന്നത്. നല്ല ഭംഗിയിലാണ് കേട്ടോ അമ്പലവും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റീലൊക്കെ എടുക്കാനുള്ള പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ നമസൂനെ അവിടെ ഇരുത്തിയിട്ട് ഒന്ന് ഫ്രഷ് ആവാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി കേട്ടോ ഗൈസ്. ഇതാണ് കേട്ടോ എൻ്റെ കോസ്റ്റ്യൂം. ഞാൻ റീലെടുക്കാൻ പോകുന്ന കോസ്റ്റ്യൂമാണ് കേട്ടോ ഇത് ഗൈസ്. നമ്മളങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് മുകളിലായിട്ടാണ് കേട്ടോ ഒരു ശിവഭഗവാന്റെ ശില്പം ഉള്ളത്. അവിടെ ഇട്ട് ഐ ലവ് ആഴിമല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ റീലെടുക്കുകയാണ് കേട്ടോ. അപ്പം നല്ല ഭംഗിയായിട്ട് തന്നെ റീലൊക്കെ എടുത്തു. അപ്പം നിങ്ങളൊക്കെ റീലൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. എല്ലാം രസമായിരുന്നു. പിന്നെ നല്ല വാം ലൈറ്റായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ പിന്നെ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തു. കാരണം കുറേ നേരമായിട്ട് നിൽക്കുക തന്നെയല്ലേ. എപ്പോൾ വന്നതാണെന്നറിയൂ. പക്ഷെ ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ നല്ല വെളിച്ചമുള്ള സമയത്താണ് വന്നത്. ഇപ്പം നല്ലോണം ഇരുട്ടായിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ അതിൻ്റെ മുൻവശം. ആ ഒരു അമ്പലത്തിൻ്റെ മുൻവശമാണ് കേട്ടോ ഇത്. നൗസുദ ഗൈസ് തുള്ളിച്ചാടി പോകുന്നുണ്ട്. ഇതാണ് കേട്ടോ ഗൈസ് അവിടെ നിന്നുള്ള നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. നല്ലോണം ഇരുട്ടായിട്ടുണ്ട്. ആകാശമൊക്കെ കറുത്താണ് കേട്ടോ ഇരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണുമ്പോൾ അങ്ങനെയായിരിക്കും. അപ്പം നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഭക്ഷണമൊക്കെ കഴിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമ്മൾ പോകുന്നത് കോവളത്തേക്കാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടുത്തെ ഒരു ഫേമസ് റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാച്ചാ.